എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടനാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണത്. പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തത്. പേസ്റ്റ് അല്ല, ചതച്ചതാണ്. ജസ്റ്റ് ഒന്ന് ചതക്കണം. ഇനി ചതക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതക്കാതെയാണ് ഇട്ട് കൊടുത്തത്. ചതച്ചത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. പച്ചമുളക് കീറിയിട്ടിട്ടാലും കുഴപ്പമില്ല, അല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല. എല്ലാം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു വലിയ സവാളയാണ് ഇട്ടത്. ഞാൻ 3/4 കിലോ ബീഫിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. കുറച്ച് 2-3 പ്രോസസ്സ് ഉണ്ട് ഇതിന്, എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സവാള എങ്ങനെ കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്ക്വയർ ആയിട്ടായാലോ എങ്ങനെയായാലും കുഴപ്പമില്ല, കാരണം വഴന്ന് വന്നിട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ നല്ലതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഇനി ബീഫിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് വാടിയിട്ട് വരണം, ഇഞ്ചിയൊക്കെ പ്രത്യേകിച്ചും. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. ഞാനൊരു 3 തണ്ടാണ് എടുത്തിട്ടുള്ളത്. 3/4 കിലോ ബീഫാണുള്ളത്. കറിവേപ്പില പിന്നെ എങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് ആണല്ലോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം. എണ്ണ കുറവുണ്ട് തോന്നിയാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് എണ്ണ വളരെ കുറച്ച് ഒഴിച്ചത്. മാത്രമല്ല ബീഫിൽ നല്ല നെയ്യ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിലേക്ക് മസാലപ്പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊക്കെ കൂട്ടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. കശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ആക്കിയത്. എല്ലാം കൂടി വഴന്ന് വരുമ്പോൾ നമ്മൾ അത് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. സാധാ മുളക് പൊടി ഇടാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എരിവ് കൂടുന്നേ ഉള്ളൂ. നമ്മൾ വീണ്ടും ഇതിലേക്ക് കുരുമുളക് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാശ്മീരി എടുത്തത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാ മുളക് തന്നെ ഇട്ടാൽ മതി. പച്ചമുളകും നമ്മൾ 2 പ്രാവശ്യം ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് ഈ ചട്ടിയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഈ മസാലപ്പൊടികളെല്ലാം ആ പച്ചച്ചൊവ്വയ്ക്കൊന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ 3/4 കിലോ ബീഫാണ് ഞാൻ കുക്കറിലിട്ട് വെച്ചത്. അതിലേക്ക് നമ്മൾ ആ മസാലകളെല്ലാം അരച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അരയ്ക്കുമ്പോൾ 2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിക്കണം, അത് മറക്കരുത്. ഞാൻ ഈ റെസിപ്പിയിൽ വീഡിയോയിൽ അത് കാണുന്നില്ല. അപ്പോൾ 2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ വിനീഗറിൻ്റെ ടേസ്റ്റ് ഒരു ചെറിയ പുളിപ്പുണ്ടാവും, അതൊരു നല്ല ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ നേരത്തെ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ വിനീഗറും ഒരത്യാവശ്യം ഇത്തിരി 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ആ മസാല അരച്ചത്. തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിക്ക് പകരം നമ്മൾ വിനേഗർ ഇട്ടത്. വിനീഗർ ഇഷ്ടമല്ലെങ്കിൽ അത് ഇടും വേണ്ട. ഇപ്പോൾ കുക്കറിൽ അത് വേവാൻ അവിടെ കിടക്കട്ടെ. നമ്മൾ ഇത് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ ഇടണ്ട, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു ട്രഡീഷണൽ റെസിപ്പിയാണല്ലോ, തനിനാടനായതുകൊണ്ട് തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ലതാണ്. ഇനിയിപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. ബീഫ് അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സാവധാനത്തിലേ ആവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളും കൂടി നോക്കുന്നത്. അതിലേക്ക് ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കടിക്കാനൊന്നും കിട്ടാത്ത രീതിയിൽ അത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇഞ്ചി. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വന്നിട്ടാണ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, രണ്ടും 1 ടീസ്പൂൺ വീതമാണ് കേട്ടോ. ഇഞ്ചി 1 ടീസ്പൂണ്, വെളുത്തുള്ളി 1 ടീസ്പൂണ്. തേങ്ങാക്കൊത്ത് പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടല്ലോ, കുറച്ച് മതി. അതിലേക്ക് 1 പച്ചമുളക് കുത്തനെ അങ്ങനെ സ്ലൈസ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാനും ഒരു ഭംഗിക്കും കൂടിയാണ്. എരിവ് കുറച്ചുണ്ടാവും, പിന്നെ കാണാനും ഇങ്ങനെ കട്ട് ചെയ്താലേ ഉണ്ടാവുള്ളല്ലോ. പിന്നെ വെളുത്തുള്ളി, അത് ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ട്. ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഒരു 1/2 കപ്പ്, ഏകദേശം 1/2 കപ്പ്. 1/4 കപ്പിനേക്കാളും കൂടുതലുണ്ട്. 1/2 കപ്പ് തന്നെ കൂട്ടിക്കോളൂ.
തൊലി കളയാൻ മടിയാണെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിക്കുക. പക്ഷേ വലിയ ഉള്ളി ഉപയോഗിച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടൂല. അതിലേക്ക് ഞാൻ കുറച്ചും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സൂക്ഷിക്കണം ഉപ്പിടുമ്പോൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നേരത്തെയൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. വഴന്ന് വരാൻ ഇത്തിരി ടൈം എടുക്കും. ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തതും. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വീണ്ടും നമ്മൾ കറിവേപ്പില ഇട്ടു. 2 തണ്ട് ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ബീഫും വെന്ത് റെഡി ആയിട്ടുണ്ട്. ബീഫ് പ്രത്യേകം ശ്രദ്ധിക്കണം, 1/4 വേവേ ആവാൻ പാടുള്ളൂ. നന്നായിട്ട് വേവരുത്. കാരണം നമ്മളിതിൽ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ പിന്നെ അത് ഒന്നുകൂടി വേവും. അപ്പോൾ നമ്മൾ ഒരു 1/4 വേവിൽ തന്നെ കുക്കർ ഓഫ് ചെയ്യണം. ഞാൻ എല്ലുള്ളൊരു പീസ് അതിൽ വീണപ്പോൾ അത് മാറ്റിയതാണ്. എല്ല് വലിയൊരു കഷ്ണമാണത്. അതങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയപ്പോൾ മാറ്റിയതാണ്. അങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല. എല്ലുള്ള വലിയ കഷ്ണങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ കുക്കറിലുള്ള ബീഫ് മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം അതിലുണ്ടാവും, കാരണം ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. വേറെ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ വെള്ളത്തിൽ ഇത് കിടന്ന് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇളക്കി നന്നായിട്ടത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിങ്ങനെ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. കാരണം ചുവന്നുള്ളിയാണ് പ്രത്യേകിച്ചും അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല, 1/2 കപ്പോ 1/4 കപ്പോ ഇട്ടാലും കുഴപ്പമില്ല. ഞാനത് അരിയാൻ മടിച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടോ, പിന്നെ 1/4 കപ്പ് ബീഫല്ലേ ഉള്ളൂ. 1/4 കപ്പ് ബീഫിന് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി മതി. എൻ്റെത് ഏകദേശം ഒരു 1/2 കപ്പ് തന്നെ ഉണ്ട്. നല്ല ഡ്രൈ ആക്കി എടുക്കുക. ഇളക്കി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം. അവസാനമാകുമ്പോൾ കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതെല്ലാം സെർവ് ചെയ്ത് കഴിയുമ്പോൾ കാണണം എന്നുണ്ടെങ്കിൽ, നല്ല പച്ച കളറിൽ കാണണം എന്നുണ്ടെങ്കിൽ അവസാനം ഇട്ട് കൊടുക്കണം. ആദ്യം ഇട്ടതെല്ലാം നല്ല ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടാവും, അതിലേക്ക് അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആദ്യത്തെ നമ്മൾ അരയ്ക്കും ചെയ്തു. ഉപ്പിടുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ 3 തവണകളായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്, സൂക്ഷിക്കണം. അതുപോലെ മുളക് പൊടി സൂക്ഷിക്കണം. പച്ചമുളക് ഉണ്ട്, 2 പ്രാവശ്യം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ സമയത്ത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കണതിൻ്റെ തൊട്ട് മുമ്പേ ഇട്ട് കൊടുത്താൽ മതി, ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട. അതൊരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങാക്കൊത്തൊക്കെ കിടക്കണുണ്ടോ, ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണത്. ഇത് ഫ്ലെയിം ഓഫാക്കി റെഡി ആയി കഴിഞ്ഞു. ഞാൻ സെർവ് ചെയ്തു. നല്ല ടേസ്റ്റിയാണ്, വേറെ ഒന്നും വേണമെന്നില്ല. ഇത് വെറുതെ എടുത്ത് കഴിക്കാൻ ടേസ്റ്റിയാണ്. 1/4 വേവേ ആവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അത് ആകെ പൊടിഞ്ഞു പോവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.